ഹായ് ഹലോ, എല്ലാവർക്കും എങ്ങനെ ഇരിക്കുന്നു? സുഖമല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? സദ്യ ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ. സദ്യ എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നൊന്നും അല്ല കേട്ടോ. ഇന്ന് ഒരു പാലട പായസം മിക്സ് കണ്ടു. പാലട പായസം വെക്കാമെന്ന് വിചാരിച്ചു. അതെന്താണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ പാലട പായസം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല, ആക്ച്വലി വിഷുവിന് വേണ്ടി വാങ്ങിച്ചു വെച്ച പാലട മിക്സാണ്. അന്ന് കുട്ടികളുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ പായസമൊന്നും വെച്ചിരുന്നില്ല. പിന്നീട് അവർ നാട്ടിൽ നിന്ന് വന്ന് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴത്തേനും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അന്നും നടന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് ആ പായസം വെക്കാമെന്ന് വിചാരിച്ചു. പായസം എടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അന്നു എന്ന് പറഞ്ഞത്, അമ്മയെ എനിക്ക് സദ്യ കഴിക്കണം, നമ്മൾ സദ്യ കഴിച്ചിട്ട് കുറേ ആയില്ലേന്ന്. അപ്പോൾ അന്നു ഒരാഗ്രഹം പറഞ്ഞതല്ലേ, നമ്മുടെ കുട്ടികൾ എന്നാലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഓൾറെഡി അതിന് മുന്നേ വാങ്ങിയിരുന്നു. ഒന്ന് സൺഡേ അല്ലേ എന്നോർത്ത് ചിക്കൻ വാങ്ങി. അപ്പോൾ ചിക്കനും പായസം റെഡിയായി. എന്നാൽ പിന്നെ സാമ്പാർ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അധികം കഷ്ണങ്ങളൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് വലിയ പീസസ് ഒന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ടൊമാറ്റോ, പൊട്ടറ്റോ, സവാള ഒക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും വെച്ചു. ചെറുപയറെടുത്ത് വറുത്ത് പൊടിച്ച് ഒരു പരിപ്പും വെച്ചു. പപ്പടവും കാച്ചി. കോവയ്ക്ക തോരനും കോവയ്ക്ക മെഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അവിയൽ മാത്രം വെച്ചില്ല കേട്ടോ. പിന്നെ സകലമാന അച്ചാറുകൾ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടല്ലോ. നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, തേങ്ങ കൊണ്ട് അച്ചാർ ഇടാൻ പറ്റുമെങ്കിൽ അതും ഇട്ടേനെ. ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ ലിച്ചി അച്ചാർ, മീനച്ചാർ, ഇത്രയും അച്ചാറുകളും കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു സദ്യ കഴിച്ചു. കുട്ടികൾ ഹാപ്പി ആയിട്ട് അച്ഛനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അച്ഛനുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി സദ്യ ഗിഫ്റ്റ് വായി വെച്ച് കൊടുക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അവരുടെ സന്തോഷം കണ്ടില്ലേ? ആ സന്തോഷമാണ് എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ്. പിന്നെ ഈ 3 പേരിരുന്ന് സന്തോഷത്തോടെ ഈ സദ്യ കഴിക്കുന്ന കാണുമ്പോൾ സദ്യ കഴിക്കുന്നതിനേക്കാളും മുന്നേ എൻ്റെ വയറും മനസ്സും നിറഞ്ഞു കേട്ടോ. കാരണം ഇവർ 3 പേരും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എൻ്റെ സൺഡേ സദ്യ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലതാണെന്നൊക്കെ അന്നുവൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല പായസമായിരുന്നു, പാലടയായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു. അന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാലടയൊക്കെ പഴമൊക്കെ കൂട്ടി കഴിക്കുന്നത് കണ്ടത്. അവളങ്ങനെ കഴിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു സദ്യ, കുഞ്ഞു സൺഡേ. ബൈ ബൈ.